നമ്മള് 4 പേരിൽ ഏറ്റവും യങ്ങാനാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സന്തോഷം അറിയാലോ, മനസ്സ് ഫ്രീ ആണ്, മനസ്സിൽ ഭാരങ്ങളില്ല, മറ്റു ദുഷ്ടത്ത ചിന്തകളൊന്നുമില്ല. നല്ലൊരു മനുഷ്യൻ. അപ്പൊ ഡോക്ടർ ബെന്നറ്റ് കണ്ടില്ലേ? ആക്ഷൻ ഹീറോ ബിജുവില് വെഞ്ഞാറമൂട് ഇതിനായിട്ട് ഒരു സീനിലല്ലേ ഉള്ളൂ. കൂടുതൽ വേണമായിരുന്നു നമുക്ക് തോന്നി. പക്ഷെ സ്ക്രിപ്റ്റ് അത്രേ പറയുന്നത്. ഓസ്കറൊക്കെ ആണെങ്കിൽ അത് മതി, അതിന് അവാർഡ്. ഇവിടെയാണ് മലയാളം സിനിമയിൽ അത് കൊടുക്കാത്തത്. ഒരു സീൻ ഒരു സീൻ നല്ല അഭിനയം. ഹോളിവുഡൊക്കെ ആണെങ്കിൽ അതിന് അവാർഡ്. ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സിനിമയിൽ കോട്ട സീനാണ്. ഷൂട്ട് തുടങ്ങിയത് ഉച്ചയ്ക്ക് 3 മണിക്കാണ്, തീരുന്നത് പിറ്റേ ദിവസം വെളുപ്പാങ്കാലം 4 മണിക്കാണ്. ഓവർ നൈറ്റ് ആണ് പൂത്തോട്ട ലോ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ ചെയ്തത്. എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ഒരു ചെറിയ സാധനം ആണെങ്കിൽ പോലും നമ്മൾ നാച്ചുറലായിട്ട് കൊടുത്തു എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ. ലാലേട്ടൻ ചിലപ്പോൾ ചില സിനിമയിൽ ചെറിയ റോളിട്ട് പോകും, പക്ഷെ അതൊക്കെ ഏറ്റവും സിഗ്നിഫിക്കൻസ് അതേപോലെയാണ്. പക്ഷെ ഡയറക്ടറും അതുപോലെ തന്നെ കലാഭവൻ മധുചേട്ടനും കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം നമ്മളൊക്കെ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ ആദ്യം കിട്ടുന്ന അപ്രീസിയേഷനാണ്. അതെ, നമുക്ക് കിട്ടി കുറേ. പിന്നെ ആ ഗോഡ് സീൻ വളരെ നാച്ചുറലായി തോന്നി. ഗോഡ് സീൻ വളരെ നാച്ചുറലായിട്ട് തോന്നി. എൻ്റെ പെർഫോമൻസ്. താങ്ക് യു സന്തോഷ് ബ്രോ. നിങ്ങളെപ്പോലെയൊക്കെ നല്ല ഓപ്പണും സത്യസന്ധമായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നല്ല വാക്ക് തന്നെയാണ് നമുക്കൊരു എന്താ പറയുക, ഭയങ്കര പവർഫുൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, മലയാള സിനിമയിൽ ഇന്ന് വേറെ സിനിമ റിലീസ് ഇന്നിപ്പോ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇരാത എന്ന് പറഞ്ഞ സിനിമ ഫോറം നീ തുറന്നു പറഞ്ഞൊരു കൺഗ്രാജ്. കാരണം അത് കഴിഞ്ഞ സിനിമയ്ക്ക് എന്ന് പറയുന്നത് സൈനു ചാവക്കാടിന്റെ അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ 5 മണിക്കുന്ന സിനിമ കാളിപ്പുറമാണ്. അവിടെ അവർ പറഞ്ഞൊരു അത് കോമഡി തള്ളാണ്, ക്യാരക്ടർ കോമഡി പ്രൂവ്ഡ് തള്ള. പക്ഷെ അത് പറഞ്ഞു ജഗതി ചേട്ടന്റെ കുറെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഉമ്മ കേട്ടോ, നീ പറഞ്ഞ സത്യമാണ്. അല്ലല്ല, ഒരു ധൈര്യമാണ്. അഭിലാഷ് ബ്രോ പറഞ്ഞത് സൈനു ചാവക്കാടൻ എന്ന് പറയുന്ന ഡയറക്ടർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ്. ചേട്ടൻ മലയാളത്തിൽ റോൾ മോഡൽ എടുക്കുന്നത്, ഏത് നടനെയാണ് റോൾ മോഡൽ എടുക്കുന്നത്? അവനെ റോൾ മോഡൽ ഒരാളിനെ എടുക്കുന്നില്ല. എൻ്റെ മെത്തേഡ് വ്യത്യസ്തമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ജയിച്ചേട്ടനെ എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ നമ്മുടേതായ കൊടുക്കണ്ടേ. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ പറ്റും. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആയിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹോളിവുഡ് ആക്ടറായിട്ടുള്ള ഡെൻസിൽ വാഷിംഗ്ടൺ ആണ്. ഡെൻസിൽ വാഷിംഗ്ടൺ ആക്ടിംഗ് മെത്തേഡാണോ നാച്ചുറലാണോ? ഞാൻ നാച്ചുറലാണ്. കണ്ടിട്ട് തോന്നിയില്ലേ? കണ്ടിട്ട് തോന്നിയില്ലേ? കാരണം നമ്മളൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ സിനിമകൾ ജനങ്ങളിലേക്ക് എത്താതെ പോകുമ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവർ സത്യസന്ധമായി റിവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ഒരു പ്രോത്സാഹനമാണ്. ഇപ്പം അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക് എന്നുള്ളത് എൻ്റെ 36ാമത്തെ പടമാണ്. ഇനി കുറെ 36 ചക്കരം കിട്ടണമെങ്കിൽ വേഷം കിട്ടുന്നത്. എന്നാലും ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ചേട്ടൻ നിറസാന്നിധ്യമാണ്. അതാണ് ഒരു കലാകാരന് വേണ്ടി. എല്ലാം ദൈവാനുഗ്രഹം. അതുപോലെ ഒരാളുണ്ടായിരുന്നു മണിച്ചേട്ടൻ. ഒരു വേദി കാരണം വെച്ചപ്പോ അദ്ദേഹം വണ്ടി പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ നിർത്തി ഇറങ്ങി ഒരു പാട്ട് പാടിയിട്ട് പോകാറുണ്ട്.